ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ഇപ്പോൾ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്കാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ സമാധാന ചർച്ചകൾ ഏതാനും മണിക്കൂറുകൾക്കപ്പുറം ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മുഴു ലോകവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ചർച്ചയുടെ ഒടുവിൽ വെളിപ്പെടുവാൻ പോകുന്ന തീരുമാനം എന്നറിയുവാൻ വേണ്ടി. ഈ ചർച്ച ഇന്നലെ ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേൽ ലെബനോനിലേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നതിനെതിരെ ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു തീരുമാനമുണ്ടാക്കണം എന്ന ഇറാന്റെ നിലപാട് അത് ഈ ചർച്ചയെ വൈകിപ്പിക്കുകയായിരുന്നു. ഇസ്രായേൽ ആക്രമണം നിർത്തിവെച്ചതിന് ശേഷം ചർച്ച മതി എന്ന് അവർ നിലപാടെടുത്തതുകൊണ്ട് ആ ആവശ്യത്തിന്റെ മുമ്പിൽ ട്രംപിന് കീഴടങ്ങേണ്ടി വന്നു. ട്രംപ് ഒടുവിൽ നെതന്യാഹുവിനെ നേരിട്ട് വിളിച്ച് അനുനയിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇറാൻ ചർച്ചയ്ക്ക് വേണ്ടി ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടത്. US നിന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ഇസ്ലാമാബാദിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു വിഷയം, ചർച്ചയ്ക്ക് വേണ്ടി ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ട ഇറാൻ സംഘത്തിന്റെ വരവാണ്. ലോകത്തിന്റെ മുൻപിൽ വാക്കുകൾ കൂടാതെ അവർക്ക് വിളിച്ചു പറയുവാനുള്ള ഒട്ടനവധി ദൃശ്യങ്ങൾ ആ യാത്രാ വിമാനത്തിന്റെ ഉള്ളിൽ ഒരുക്കപ്പെട്ടിരുന്നു. അത് കരളരിയിക്കുന്ന കാഴ്ചകളായിരുന്നു. നമുക്കറിയാം, US ഇസ്രായേൽ സംയുക്ത ആക്രമണം ആരംഭിച്ച ആദ്യ ദിവസമായ ഫെബ്രുവരി 28-ന് തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിലെ ഷജേറ തയ്യിബ എന്ന പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിന് നേരെ US ഒരാക്രമണം അഴിച്ചുവിട്ടു. ആ സ്കൂളിലുണ്ടായിരുന്ന 168 കുരുന്നു കുട്ടികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അമേരിക്കയുടെ ആ ഭീകരമായ മിസൈൽ ആക്രമണത്തിൽ ചാമ്പലായി പോയ മിനാബ് സ്കൂളിലെ കൊല്ലപ്പെട്ട നിഷ്കളങ്കരായ കുട്ടികളുടെ രക്തം പുരണ്ട സ്കൂൾ ബാഗുകൾ, ഷൂസുകൾ, അവരുടെ ചിത്രങ്ങൾ, അവയ്ക്ക് മുമ്പിൽ പുഷ്പചക്രങ്ങൾ എന്നിവ ക്രമീകരിച്ച് വിമാനത്തിലെ മുൻനിര സീറ്റുകളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കുട്ടിക്കും ഓരോ സീറ്റുകൾ. ആ കുരുന്നുകളുടെ രക്തം പുരണ്ട ഓർമ്മകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഇറാൻ സംഘം ഇസ്ലാമാബാദിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പ്രതിനിധി സംഘത്തിന്റെ പേര് മിനാബ് 168 എന്നായിരുന്നു. ഈ വിമാനത്തിലെ പിൻനിര സീറ്റുകളിലാണ് ഈ പ്രതിനിധി സംഘം ഇരുന്നിരുന്നത്. ഇത്തരമൊരു കാഴ്ച ലോകത്തിന് സമ്മാനിച്ചുകൊണ്ട് ഇസ്ലാമാബാദിലേക്ക് ചർച്ചയ്ക്കായി പുറപ്പെടുന്ന ഇറാന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഒട്ടനവധി സന്ദേശങ്ങളുണ്ട്. മാത്രവുമല്ല, നഷ്ടങ്ങളുടെയും തകർച്ചകളുടെയും കൂട്ടക്കുരുതികളുടെയും തീവ്രയാതനകളുടെയും വേദന തിന്നുന്ന സ്വന്തം ജനതയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു ഒത്തുതീർപ്പുകൾക്കും ഇറാൻ തയ്യാറല്ല. അതെ, ഇറാന് തങ്ങളുടെ ദേശീയത, തങ്ങളുടെ രാജ്യ താല്പര്യങ്ങൾ, തങ്ങളുടെ രാജ്യത്തിന്റെ മറ്റാരുടെയും കാൽ കീഴിൽ തലവെച്ചു കൊടുക്കുവാൻ പറ്റാത്ത, അതിന് സാധിക്കാത്ത വിധത്തിലുള്ള അവരുടെ ആത്മാഭിമാനമുണ്ട്. അതിനെ വിട്ടുകളഞ്ഞുകൊണ്ട് ഒരു ഒത്തുതീർപ്പിനും അവർ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യുദ്ധത്തിലൂടെ ചില ലക്ഷ്യങ്ങളൊക്കെ കൈയടക്കുവാനുണ്ട്. ഇറാന്റെ കയ്യിലുള്ള യുറേനിയം അവർക്ക് പിടിച്ചെടുത്തേ പറ്റൂ. ഹോർമൂസ് കടലിടുക്ക് ട്രംപിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രീ ആയി തുറന്നുവിട്ടേ പറ്റൂ. ഒപ്പം ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വം അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ജനങ്ങളാൽ കുത്തിനിറയ്ക്കപ്പെടണം എന്നുള്ളത് എക്കാലത്തെയും അവരുടെ ഹിഡൻ അജണ്ടയാണ്. അങ്ങനെ കുറെ താല്പര്യങ്ങൾ അമേരിക്കയ്ക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ താല്പര്യങ്ങൾ ഇറാന്റെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട്, ഇറാൻ അത് അംഗീകരിച്ചുകൊണ്ടല്ലാതെ ഒരു ഒത്തുതീർപ്പിന് അമേരിക്ക തയ്യാറാവുകയുമില്ല. പ്രത്യേകിച്ച് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തോൽക്കുന്നതിന് തുല്യമാണ്. ഇത്തരത്തിലുള്ള കണ്ടീഷനുകളായിരിക്കും അമേരിക്ക മുൻപോട്ട് വെക്കുക എന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇറാനും ചർച്ചയ്ക്കായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ യുദ്ധവിരാമം എന്ന സന്തോഷകരമായ വാർത്ത കേൾക്കുവാൻ കാത്തിരിക്കുന്ന ലോക ജനതയോട് ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ വളരെ കൃത്യമായി പറയാം, ഇസ്ലാമാബാദ് ചർച്ച എവിടെയും എത്തില്ല, ഇത് പരാജയപ്പെടും. പിന്നെ എന്തിനാണ് അമേരിക്ക ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ആദ്യം വിമുഖത കാണിച്ച് പിൻപിലേക്ക് മാറി നിന്ന ഇറാൻ പിന്നീട് ചർച്ചയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ലോകത്തോട് അവർക്ക് ചില കാര്യങ്ങൾ വിളിച്ചു പറയുവാൻ വേണ്ടി തന്നെയാണ്. ഒരു രാഷ്ട്രത്തിന്റെ സ്വതന്ത്ര പരമാധികാരത്തിന്റെ മേൽ അനാവശ്യമായി കടന്നുകയറ്റം നടത്തുകയും നൂറ്റാണ്ടുകളായി പടപൊരുതി പടുത്തുയർത്തിയ രാജ്യത്തിന്റെ നട്ടല്ലൊടിച്ചു കളയുകയും നിരപരാധികളെ നിരന്തരം വേട്ടയാടി കൊലപ്പെടുത്തുകയും രക്തപ്പുഴ ഒഴുക്കുകയും ഒടുവിൽ അവരുടെ പരമാധികാരിയായ അലി ഖമനേയെ ഉൾപ്പെടെ രാഷ്ട്രീയ നേതൃത്വത്തെ കൊന്നുതള്ളുകയും ചെയ്ത ഭീകരതയെ ഒരു കാലഘട്ടത്തിലും ഞങ്ങൾ മറക്കില്ല, അതിനുള്ള പ്രതികാരം ഞങ്ങൾ ചെയ്യാതിരിക്കുകയുമില്ല എന്ന് അമേരിക്കയോടും ലോകത്തോടും അസന്നിഗ്ധമായി വിളിച്ചു പറയുക എന്നുള്ളതാണ്. ഈ യുദ്ധത്തിൽ കൂടി ലോകമാകെയുള്ള ജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ ഞങ്ങളല്ല, അമേരിക്ക, ഇസ്രായേൽ എന്നീ തെമ്മാടി രാഷ്ട്രങ്ങളാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ലോകം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കെടുതികളുടെയും പിൻപിലുള്ള ഉത്തരവാദികൾ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ആണ് എന്ന് ലോകം തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ മണിക്കൂറുകൾക്കപ്പുറം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്നും കേൾക്കുവാൻ പോകുന്ന ശബ്ദം എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം.
യുദ്ധം അവസാനിക്കുന്നില്ല. യുദ്ധം അതിൻ്റെ ഭീകരമായ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. ചുരുക്കത്തിൽ പ്രാഥമികമായി നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത് ഈ ചർച്ച വെറും പ്രഹസനം മാത്രമായി മാറും, അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപിനെ അമേരിക്ക കയറൂരി വിട്ടിരിക്കുന്നു എന്ന രീതിയിലും ട്രംപ് എന്ന കടൽ കിഴവന്റെ ഭ്രാന്തമായ യുദ്ധക്കൊതിയുടെ മുൻപിൽ സ്വന്തം പാർട്ടിയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അമേരിക്കൻ ജനത പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുന്നു എന്നുമുള്ള വിമർശനങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും അമേരിക്കൻ ജനത കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അവരോട് പറയുവാൻ ട്രംപിന് ഒരു മറുപടി അത്യാവശ്യമാണ്. അതെ, യുദ്ധം നമ്മുടെ ആവശ്യമല്ല, യുദ്ധം അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ മുൻകൈയെടുത്തു, ഞങ്ങൾ ഇറാനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു, പക്ഷേ ഒത്തുതീർപ്പുകൾക്ക് അവർ വഴങ്ങുന്നില്ല എന്നുള്ളത് ലോകത്തെ അവർക്ക് ബോധ്യപ്പെടുത്തണം. അനിവാര്യമായൊരു നാശം അവർ ചോദിച്ചു വാങ്ങുകയാണ്. അതുകൊണ്ട് നമുക്ക് മൗനമായിരിക്കുവാൻ കഴിയില്ല. ലോകത്തിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്ന ഇറാനെ പശ്ചിമേഷ്യയിൽ നിന്നും തുടച്ചു മാറ്റിയേ പറ്റൂ എന്നുള്ളൊരു ന്യായം ട്രംപിന് ലോകത്തോട് പറയേണ്ടത് അത്യാവശ്യമാണ്. അത് തന്നെയാണ് ഈ ചർച്ചയുടെ പിൻപിലുള്ള പ്രധാനപ്പെട്ട തന്ത്രവും. ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ച 2 ഘട്ടങ്ങളായിട്ടാണ്. ആദ്യത്തെ ഘട്ടത്തിൽ പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ 3 രാജ്യങ്ങളുമായിട്ടാണ് ഇറാൻ ചർച്ച നടത്തുന്നത്. അതിൽ സംസാരിച്ചൊരു സമവായം ഉണ്ടായാൽ മാത്രമേ അമേരിക്കൻ വൈസ് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. ഇറാൻ മുൻപോട്ട് വെച്ചിട്ടുള്ള 10 നിബന്ധനകളുണ്ട്. ഈ 10 നിബന്ധനകളിൽ ബഹുഭൂരിപക്ഷവും അമേരിക്ക അംഗീകരിക്കുവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം ഇറാനും നന്നായിട്ടറിയാം. എന്നാൽ ലോക പോലീസിന്റെ ഭീകരതയ്ക്ക് മുമ്പിൽ തൽക്കാലം മുട്ടുമടക്കുവാൻ കഴിയില്ല എന്ന് തല ഉയർത്തി നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന ഇറാൻ ഹോർമൂസ് കടലിടുക്കുന്ന തുറുപ്പുചീട്ട് കയ്യിൽ വെച്ചുകൊണ്ട് അമേരിക്കയെയും ഇസ്രായേലിനെയും ലോകരാഷ്ട്രങ്ങളെയും സമ്മർദ്ദത്തിലാക്കുകയാണ്. ചുരുക്കത്തിൽ ലോകത്തിന്റെ ഭാവി തന്നെ ഇപ്പോൾ ഞങ്ങളുടെ കൈകളിലാണ് എന്ന് വിളിച്ചു പറയുന്ന ഇറാന് ഇപ്പോൾ അവരുടെ നിലനിൽപ്പിന്റെ അനിവാര്യ ഘടകമാണ് ഈ 10 നിബന്ധനകൾ. ഇറാൻ ഒരു പരമാധികാര രാഷ്ട്രമാണ്. ആരുടെയും കോളനിയായി മാറേണ്ട ഒരു രാജ്യമല്ല എന്ന് അവർക്ക് കൃത്യമായി ഉറപ്പുള്ളത് കൊണ്ട് ആ ഒരു അഭിപ്രായത്തെ അമേരിക്കയുടെ മുൻപിൽ വ്യക്തമാക്കുകയും അതിൽ ലോകരാജ്യങ്ങളുടെ അഭിപ്രായം ആരായുകയും ചെയ്യുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറാൻ ഉയർത്തിക്കാട്ടുന്ന മറ്റൊരു കാര്യം പശ്ചിമേഷ്യയിൽ നിന്നും അമേരിക്കൻ സേന പിന്മാറണം എന്നുള്ളതാണ്. അതായത് നിലവിൽ പശ്ചിമേഷ്യയിൽ പല രാജ്യങ്ങളിലും അമേരിക്ക അവരുടെ സൈനിക താവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാൻ ഒരു ഭീകര രാഷ്ട്രമാണ് എന്നും ആ രാഷ്ട്രത്തിന്റെ ആക്രമണങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നും ഗൾഫ് രാഷ്ട്രങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ സൈനിക താവളങ്ങൾ ഓരോ രാഷ്ട്രങ്ങളിലും അവർ പടുത്തുയർത്തിയത്. എന്നാൽ വാസ്തവം എന്താണ്? സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, ഒമാൻ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും കാര്യമായൊരു ഭീഷണി ഉണ്ടായിട്ടില്ല. സാധാരണ അയൽ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന തരത്തിൽ നിസ്സാരമായ സംഘർഷങ്ങൾ മാത്രമാണ് ഇത്രയും കാലം മിഡിൽ ഈസ്റ്റിലുമൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അതിൽ ജാതിയും മതവും സമ്പത്തും ഒക്കെ ഘടകങ്ങളായിട്ടുണ്ട്. അത്തരത്തിൽ പരസ്പരം പ്രശ്നങ്ങളല്ലാതെ ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ മറ്റെന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? പക്ഷേ അമേരിക്ക, ഇറാൻ ഒരു ഭീകര രാജ്യമാണ്, അവർ നിങ്ങളെയൊക്കെ തകർക്കും എന്നൊരു ഇല്ലാക്കഥ കെട്ടിച്ചമച്ച് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ രാജ്യങ്ങളുടെയൊക്കെ അധിനിവേശം നടത്തിയത്. ഇറാന്റെ പേര് പറഞ്ഞ് അവരുടെയൊക്കെ മണ്ണിൽ അമേരിക്കൻ സൈനിക ബേസ് അവർ സ്ഥാപിച്ചു. എന്നാൽ ഇപ്പോൾ ആ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആഞ്ഞടിച്ചപ്പോൾ ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഒപ്പം ഗൾഫ് രാജ്യങ്ങൾക്ക് സംരക്ഷണ കവചമൊരുക്കുവാൻ അമേരിക്ക പരാജയപ്പെട്ടു. ഇറാന്റെ മിസൈലുകളെ തടയുവാൻ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് കഴിവില്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി അറിയുന്ന കാര്യമാണ്. എന്നാൽ ആ രാജ്യങ്ങളുടെ രക്ഷകനായി അവതരിച്ച അമേരിക്ക ഒരു വൻ തോൽവിയായിരുന്നു എന്നുള്ളത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഈ ഒരു യുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിലുള്ള എണ്ണയും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്പത്തും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അമേരിക്ക ഇത്രയും കാലം അവരുടെ ആധിപത്യം അവിടെ ഉറപ്പിച്ചു നിർത്തിയിരുന്നത്. അത് ലോകത്തിന്റെ മുൻപിൽ തുറന്നു കാട്ടുക. അമേരിക്ക വിശ്വസിക്കുവാൻ കൊള്ളാത്ത വഞ്ചക രാഷ്ട്രമാണ് എന്നും ഇന്ന് അവരോട് ചേർന്ന് നിൽക്കുന്നവരെയൊക്കെ നാളെ അവർ ശത്രുപക്ഷത്തേക്ക് മാറ്റുമെന്നും ലോകത്തിന്റെ മുമ്പിൽ അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നിങ്ങളുടെ സംരക്ഷണത്തിന്റെ ആവശ്യവുമില്ല. ഇത്രയും കാലം ഞങ്ങൾ അവർക്ക് യാതൊരു ഭീഷണിയുമായിരുന്നിട്ടില്ല. ഇനിയുള്ള കാലവും ഭീഷണിയായി ഞങ്ങൾ മാറുകയുമില്ല എന്ന് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയണം. അതുകൊണ്ട് അമേരിക്ക നിങ്ങളുടെ സൈനിക താവളങ്ങൾ പൊളിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ നിന്ന് വണ്ടി വിട്ടോ എന്നുള്ളതാണ് ഇറാൻ ആദ്യമായി മുൻപോട്ട് വെക്കുവാനുള്ളത്. ഇറാന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കിൽ സമ്പൂർണ്ണ ആധിപത്യം ഇറാന് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അവിടെ ടോൾ പിരിക്കുവാനുള്ള അവകാശം ഇറാന് മാത്രമായിരിക്കണം. ഇതിന് ഇറാൻ അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. ഇറാൻ യാതൊരു കണ്ടീഷനും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന രാജ്യമാണ്. അവർക്കെതിരെ ഇല്ലാ കഥകൾ മെനഞ്ഞ് കാലാകാലങ്ങളിലായി വലിയ ഉപരോധമാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിയാണ് ആ ജനത ജീവിച്ചിരുന്നത്. എന്നിട്ടും അവർ ആരുടെയും മേൽ കുതിര കയറുവാനോ ഈ ഉപരോധത്തിന്റെ പേര് പറഞ്ഞ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുവാനോ അവരെ കൊള്ളയിടുവാനോ അവർക്ക് സംരക്ഷണം ഒരുക്കുവാൻ വന്ന അമേരിക്കൻ ബേസുകളെ ആക്രമിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. വേണമെന്ന് വെച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഗൾഫ് രാഷ്ട്രങ്ങളുടെ മേൽ ആധിപത്യം നേടുവാൻ വേണ്ടി ആക്രമണം അഴിച്ചുവിടാമായിരുന്നു.
പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ അവർക്ക് മുന്നമേ തകർത്തെറിയാമായിരുന്നു. അതിനുള്ള കരുത്ത് അവർക്കുണ്ട് എന്നുള്ളത് ഈ യുദ്ധത്തിലാണ് അവർ ലോകത്തിന്റെ മുൻപിൽ കാണിച്ചു തന്നത്. അതും അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായപ്പോൾ മാത്രം. അതെ, അവരുടെ മണ്ണിലേക്ക് കടന്നു കയറി അവരുടെ ഭരണാധികാരികളെ വധിച്ച് അവിടെയുള്ള കുരുന്നുകളെ നിഷ്കരുണം കൊന്നൊടുക്കി അവിടുത്തെ ജനജീവിതത്തെ ദുസ്സഹമാക്കി കഴിഞ്ഞപ്പോൾ മാത്രമാണ് സത്യത്തിൽ ഇറാൻ ഒരു പ്രതിരോധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷത്തിനും ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമായ ഹോർമൂസ് കടലിടുക്ക് കയ്യിൽ വെച്ചുകൊണ്ട് അവർ വിലപേശൽ നടത്തുന്നത്. ഉപരോധങ്ങളാൽ വീർപ്പുമുട്ടുന്ന ഇറാനിയൻ ജനതയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ തൽക്കാലം ഹോർമൂസിലെ ചുങ്കം പിരിവെങ്കിലും ലഭിച്ചേ പറ്റൂ. ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ അകാരണമായി ഉണ്ടാക്കി വെച്ച കെടുതിയാണ് ഒരു ജനത മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കെടുതിക്ക് കാരണമായി തീർന്ന രാജ്യങ്ങൾ അതിന് സമാധാനം പറയണം. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്ന് വെച്ചാൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന് വരുത്തിവെച്ച നഷ്ടങ്ങൾ അത് പരിഹരിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്ന്. അതിന് തയ്യാറാണെങ്കിൽ ഹോർമൂസിലെ ടോൾ പിരിക്കുവാനുള്ള അനുവാദം ഉറപ്പായി ലഭ്യമാകണം. പിന്നെ അടുത്തൊരു കാര്യം, ആ ടോൾ അമേരിക്കൻ ഡോളറിലായിരിക്കില്ല, പകരം ഇറാനിയൻ കറൻസിയിലായിരിക്കും. അതുമാത്രവുമല്ല, ഇറാൻ ഇനി മുതൽ എണ്ണ വ്യാപാരവും മറ്റ് കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഇറാൻ കറൻസിയിൽ മാത്രമായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ നിബന്ധനകളൊന്നും അവർക്ക് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. അത് അംഗീകരിച്ചാൽ തത്വത്തിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങുന്നതിന് തുല്യമായിരിക്കും അത്. ലോകത്തിന്റെ എണ്ണ വ്യാപാരം ഡോളറിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഡോളറിന് മേലാണ് എല്ലാ രാജ്യങ്ങളും ഫോക്കസ് ചെയ്യുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് അമേരിക്ക ഇങ്ങനെ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്രമേണ ഓരോ രാജ്യങ്ങളും സ്വന്തം രാജ്യത്തിന്റെ കറൻസി മതി എന്ന തീരുമാനത്തിലേക്ക് മാറിപ്പോകാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായിട്ടും ഡോളറിന്റെ വില ഇടിയും. അതോടെ അമേരിക്കയുടെ അപ്രമാദിത്വവും അവസാനിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ടീഷനുകളൊന്നും ഒരു കാരണവശാലും അമേരിക്ക അംഗീകരിച്ചു കൊടുക്കുവാൻ സാധ്യതയില്ല എന്ന് ലോകം വിശ്വസിക്കുന്നത്. ഇറാന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ഇറാന് സാധ്യമാക്കണം എന്നുള്ളതാണ്. അത് അംഗീകരിക്കുവാനും അമേരിക്കയ്ക്ക് കഴിയില്ല. അതിന്റെ പേരിലായിരുന്നല്ലോ ഈ യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെട്ടത്. അമേരിക്കയുടെ ഉദ്ദേശം ഇറാന്റെ പക്കലുള്ള യുറേനിയം അത് തങ്ങൾക്ക് വേണം, തൽക്കാലം അത് തങ്ങൾ സൂക്ഷിച്ചോളാം എന്നുള്ളതാണ്. ഇറാൻ ഒരിക്കലും അത് ഉപയോഗിക്കുവാൻ പാടില്ല. അതായത് നീ നിന്റെ രാജ്യത്തുള്ള സമ്പത്ത്, നീ കണ്ടെത്തിയ നിന്റെ കണ്ടെത്തലുകൾ അതെല്ലാം ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, നീ അത് സമ്മതിച്ചു തരണം. അതാണ് അമേരിക്ക വെക്കുന്ന കരാർ. അങ്ങനെ ഒരു കരാർ ഇറാൻ അംഗീകരിക്കുമെന്ന് ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? ഇറാൻ വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ യുറേനിയം അവർക്ക് സംരക്ഷിക്കാൻ അറിയാം. അവർക്ക് അവരുടെ രാജ്യത്തിന്റെ ഊർജ്ജ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം. അത് അവർ കൈവശം വെക്കാൻ പാടില്ല. അങ്ങനെ കൈവശം വെച്ചാൽ അത് അണുബോംബ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കും എന്ന് വിളിച്ചു പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം. ഇറാൻ ഒഴികെയുള്ള ബാക്കി രാജ്യങ്ങൾക്കൊക്കെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുവാനും അത് ഉപയോഗിക്കുവാനും യഥേഷ്ടം സാധിക്കും. ഇറാനു മാത്രം പറ്റില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ്? ആ ചോദ്യത്തിന് തൽക്കാലം അമേരിക്കയ്ക്ക് മറുപടിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ നടക്കുവാൻ പോകുന്ന ഈ ചർച്ച ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ വേണ്ടിയുള്ളതല്ല, പകരം അമേരിക്കൻ താല്പര്യങ്ങൾ ഇറാന്റെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു വൃഥാ പരിശ്രമമായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്ലാമാബാദിലേക്ക് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഇറാനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ. ലോകത്തെ കാണിക്കണം ഞങ്ങൾ സമാധാനകാംക്ഷികളാണ് എന്ന്. ലോകത്തിന് സമാധാനമുണ്ടാക്കുവാൻ അമേരിക്ക മുൻകൈയെടുത്തു. പക്ഷേ ഇറാൻ അതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. അവർക്ക് യുദ്ധം തന്നെയാണ് താല്പര്യം എന്ന് ട്രംപിന് ലോകരാഷ്ട്രങ്ങളോട് പറയണം. പിന്നെ ഈ ചർച്ചയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് ഒരുപക്ഷെ ഇറാന്റെ മുൻപിലുള്ള ഏക പ്രതീക്ഷ ഒന്നു മാത്രമായിരിക്കും. കഴിഞ്ഞ 40 വർഷത്തിലധികമായി ഇറാന്റെ മേൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വലിയ ഉപരോധങ്ങളിൽ ചിലതെങ്കിലും നീക്കിക്കിട്ടുക. ന്യായമായും ഇറാൻ ജനത അനുഭവിക്കേണ്ടതായ ഒരു വലിയ സമ്പത്തുണ്ട്. ആ സമ്പത്ത് അമേരിക്ക ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അത് അവർക്ക് ലഭിച്ചാൽ മറ്റ് രാജ്യങ്ങൾ ജീവിക്കുന്നത് പോലെ തന്നെ അവർക്കും മെച്ചപ്പെട്ടൊരു ജീവിതത്തിലേക്ക് എത്തുവാൻ കഴിയും. അങ്ങനെയുള്ളപ്പോൾ ഈ ചർച്ചകൾക്കിടയിൽ അങ്ങനെ ഒരു ഉപരോധം പിൻവലിക്കുന്ന സംവിധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ ഒരു സമാധാന ചർച്ചയെന്ന് പറയുമ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ആകാം. 10-40 വർഷമായി തുടരുന്ന ഉപരോധങ്ങൾ അത് നിർത്തലാക്കപ്പെടുകയും പണം കണ്ടെത്തുവാനുള്ള അനുമതി അത് ഹോർമൂസിലൂടെ ആയാലും അല്ലാതെ ആയാലും അതിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് ഇറാന്റെ മുൻപിലുള്ള ഒരു പ്രതീക്ഷയാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു സാഹചര്യം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അനുവദിക്കുവാൻ തൽക്കാലം സാധ്യതയുണ്ടോ എന്നും കണ്ടറിയണം. ഇതിനെല്ലാം ഇടയിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ യുദ്ധം വല്ല വിധേനയും ഒന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് ട്രംപിന്റെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. കാരണം അമേരിക്കയ്ക്ക് ഈ യുദ്ധം മുഖേന പ്രതിദിനം ചെലവായിക്കൊണ്ടിരിക്കുന്നത് ശതകോടികളാണ്. അതിനാൽ തന്നെ ആഭ്യന്തരമായിട്ടുള്ളൊരു വലിയ സമ്മർദ്ദം ട്രംപിന് മേൽ ഇപ്പോൾ തന്നെ സ്വന്തം ജനതയുടെ നടുവിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് അയാൾക്ക് മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ. എന്തായാലും കാര്യങ്ങൾ എത്രത്തോളം ശുഭകരമായി പര്യവസാനിക്കും എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. അതിനുവേണ്ടി മണിക്കൂറുകൾ മാത്രമാണ് മുൻപിലുള്ളത്. കാത്തിരിക്കാം.